3 ശിക്ഷാവിധിക്കും യാതൊരു രീതിയിലുള്ള വ്യതിയാനങ്ങളും സുപ്രീം കോടതി വരെ ഒരു സ്ത്രീയെന്ന് വരാതെ ചെറുപ്പക്കാരിയാണെന്നുള്ള സ്ത്രീ എന്നുള്ള ഒരു പരിഗണനയും കൊടുക്കാത്ത അവസരത്തിൽ ജുഡീഷ്യറിക്ക് പോലും തോന്നാത്ത പരിഗണന നമ്മൾ കൊടുക്കുന്ന അവസരം സ്വാഭാവികമായിട്ടും പരാതികളും സംശയങ്ങളും ഉണ്ടാവും. അതൊന്ന്. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഈ പരോള് എന്ന് അല്ല ഈ പ്രീമച്വർ റിലീസ് എന്ന് പറയുന്ന സാധനത്തിൽ നോക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ജയിലിൽ അവരെവിടെയൊക്കെ ഉണ്ടായാലും ശരി ആ ജയിലിൽ അന്ന് ഇതേമാതിരി റിലീസ് ചെയ്യുന്ന അവസരത്തിൽ വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ അതിന് ട്രാൻസ്പെറൻസി വേണം. ഒന്ന്, അതൊരു ജുഡീഷ്യസ് ആയിരിക്കണം. 2, മൂന്നാമത്തേത് എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്ററി ആകാൻ പാടില്ല. അതായത് ഇവർക്ക് മാത്രമായിട്ട് ഒരു ഫേവറിസം കൊടുത്ത രീതി ആകാൻ പാടില്ല എന്ന് നമ്മുടെ കേരള ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ഈ പ്രീമച്വർ റിലീസ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ജഡ്ജ്മെൻറ്റിലും ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ 95 മുതൽ കേരള ഹൈക്കോടതി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ജയിലിലെ എല്ലാ ജയിലുകളിലും ഈ കൺവിക്ട്സിന് പ്രത്യേകമായിട്ട് ഒരു രജിസ്റ്റർ സൂക്ഷിക്കണം. ഒരു പണിഷ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആ പണിഷ്മെൻറ്റ് രജിസ്റ്ററിൽ ഇവരുടെ ചെയ്യുന്ന ചെറിയത് മുതൽ വലുതായ എല്ലാ കുറ്റങ്ങളെയും സംബന്ധിച്ച് അതാത് സമയത്ത് സമയം വെച്ച് നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ജനറൽ ഡയറി എഴുതുന്ന മാതിരി തന്നെ സമയം വെച്ച് അവിടുത്തെ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ അതിനകത്ത് രേഖപ്പെടുത്തുകയും അതിന് എന്ത് ശിക്ഷ കൊടുത്തു, എന്ത് നടപടിയെടുത്തു എന്നുള്ളത് വരെ അതിനകത്ത് രേഖപ്പെടുത്തുന്നത്. അങ്ങനൊരു എല്ലാ ജയിലുകളിലും പ്രത്യേകം രജിസ്റ്റർ ഉണ്ട്. ഈ രജിസ്റ്ററിൻ്റെ പരിശോധനയിലല്ലാതെ ഇവരുടെ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം സൽസ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന സ്വഭാവം പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്തും, അതായത് ഒരു പരോളായാലും ശരി, അതുപോലെ ഈ പ്രീമച്വർ റിലീസിന് നിർബന്ധമായിട്ട് നോക്കണമെന്ന് സുപ്രീം കോടതി വരെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഈ റിമാൻഡ് പീരീഡ് ഈ പരോൾ പീരീഡ് യാതൊരു കാരണവശാലും ഈ കൺവിക്ഷൻ്റെ ടോട്ടൽ ഇയേഴ്സ് ഓഫ് കൺവിക്ഷനിൽ കൂട്ടാൻ പാടില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ 2023 കേരളത്തിൽ തന്നെ സുപ്രീം കോടതിയിലുണ്ടായിരുന്ന ജസ്റ്റിസ് CT രവികുമാർ, ജസ്റ്റിസ് ഷാ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും ഈ പരോളിൻ്റെ പീരീഡ് ഈ കൺവിഷൻ്റെ പീരീഡായിട്ട് കണക്ക് കൂട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ ഇതിനകത്തിലെ ഈ കണക്ക് കൂട്ടലിൽ എന്തൊക്കെയോ കൃത്രിമം 500 ദിവസത്തിലധികമാണ് അവർ പരോളിൽ ഉണ്ടായിട്ടുള്ളത്. സുഭാഷ് ബാബു, 500 ദിവസത്തിലധികമാണ്. അങ്ങനെയാണെങ്കിൽ 14 വർഷം പൂർത്തിയായി എന്നങ്ങനെ പറയാൻ കഴിയും? ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ജനുവരി 2023 ജഡ്ജ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. ആ ജഡ്ജ്മെൻറ്റിന് ശേഷം പല സംസ്ഥാനങ്ങളിലും ഇതനുസരിച്ചിട്ട് പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ പറഞ്ഞ ജഡ്ജിമാരുടെ ഞാൻ ആ കേസിൻ്റെ നമ്പർ മറന്നുപോയി. അപ്പോൾ അതിൽ നമ്മുടെ ഇവിടുത്തെ തന്നെ CT രവികുമാറും ജസ്റ്റിസ് ഷാ 2 ആളാണുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ കാണാം, നമുക്ക് നെറ്റിലടിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ പാടില്ല, മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് പല കാര്യങ്ങളും മറ്റ് ജഡ്ജ്മെൻറ്റുകളിലൊക്കെ പറയുന്നത് ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ മെയിൻ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഈ വിവരങ്ങളൊക്കെ ഈ റിപ്പോർട്ട് കൊടുക്കുന്ന അവസരത്തിൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ പണിഷ്മെൻറ്റ് രജിസ്റ്ററിലെ ഡീറ്റെയിൽസും വെച്ചിട്ട് വേണം റിപ്പോർട്ട് കൊടുക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചുള്ള പോലീസ് പുറമേയുള്ള കാര്യങ്ങൾ, പോലീസിന് അതിനകത്ത് വലിയ റോളൊന്നുമില്ല. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവനോ മറ്റാളുകളുടെ ആരെങ്കിലും ജീവനോ ഇവർക്ക് അതേമാതിരി തന്നെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം മാത്രമേ പോലീസ് നോക്കുന്നുള്ളൂ. പക്ഷേ അവരുടെ വന്നു കഴിയുന്ന അവസരത്തിൽ ഈ അതായത് വിക്ടിമിൻ്റെ പരോളിന് ഒരു പർപ്പസ് ഉണ്ടാവും. സാധ്യത സുഭാഷ് ബാബു, എല്ലാ പരോളിനും ഒരു പർപ്പസ് ഉണ്ടാവും.